ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കസ്റ്റമൈസേഷനാണ് കേട്ടോ. ഇത് ബാപ്റ്റിസത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതിന് വേണ്ടി എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹോഴ്സ് ഹെയർ ബാൻഡാണ്. ഇത് നമുക്ക് ഫെൽറ്റ് ഷീറ്റിലും ചെയ്യാം. ഞാനിപ്പോൾ ഹോഴ്സ് ഹെയർ ലേസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അത് തന്നെ എടുത്തു. 10 സെൻറ്റിമീറ്ററിൽ എടുക്കുക, ഫോൾഡ് ചെയ്യുക സെൻറ്ററിലേക്ക്. ഇങ്ങനെ നമ്മൾ ഹാൻഡ് കൊണ്ട് ഒന്ന് അതിനെ പ്രസ് ചെയ്ത് എടുക്കുക. അതിനുശേഷം സെൻറ്ററിലേക്ക് ഒന്ന് ടൈ ചെയ്യുക. നമുക്ക് മറ്റുള്ള നമ്മുടെ ബോ ചെയ്യുന്നത് പോലെ പ്ലേറ്റ് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ഹോഴ്സ് ഹെയർ ലേസ്. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ചുരുക്കി അതിനെ ഒന്ന് ജസ്റ്റ് സെൻറ്ററിലേക്ക് ഒന്ന് മൊത്തത്തിൽ പിടിച്ചിട്ട് അതിനൊന്ന് ടൈ ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ടൈ ചെയ്യണം, കാരണം ഇത് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതാണ്, പെട്ടെന്ന് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടിയിലേക്ക് മടക്കിയ രണ്ട് സൈഡിൽ നിന്നും ഉള്ളത് നന്നായിട്ട് നമ്മളത് ടൈ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ടൈ ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഇരിക്കില്ല, ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതുപോലെ നന്നായി ടൈ ചെയ്യണം. നന്നായി ടൈ ആയി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ അങ്ങ് ഇരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നല്ലൊരു നീറ്റ്നെസ് ആയിട്ട് അത് കിട്ടി. ഇനി ഞാൻ എടുക്കുന്നത് കട്ട് ബീഡ്സ് ആണ് കേട്ടോ. കട്ട് ബീഡ്സ് കൊടുത്ത് ഇതിനെ ഫുൾ കവർ ചെയ്തെടുക്കണം. കുറച്ച് സമയം എടുക്കും. ഇത് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല, വളരെ ഈസിയാണ്. പക്ഷേ കുറച്ച് സമയം എടുക്കും കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ക്ഷമയോടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ 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 ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. നമ്മൾ പിന്നെ ചെയ്യുന്നതിനനുസരിച്ച് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യുക, അല്ലാതെ എന്താ പറയുക ഗ്ലൂ അപ്ലൈ ചെയ്യൽ, കാരണം അത് ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ വയ്ക്കുന്ന ബീഡ്സ് ഒന്നും ഇരിക്കില്ല, അത് ഇളകി വരും. അപ്പോൾ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ 2 സൈസിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. 6ഉം എടുത്തിട്ടുണ്ട്, 5ഉം എടുത്തിട്ടുണ്ട്. 5mm ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് സെൻറ്ററിലേക്ക് എന്താ പറയുക ഒരു 4-5 ചെറിയ ബീഡ്സ് കൊടുക്കുക, അതിൻ്റെ ഇടയിൽ ഒരു വലിയ ബീഡ്സ് കൊടുക്കുക. ഞാൻ അങ്ങനെ ഇടയിലർത്തിയാണ് ചെയ്തത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഗോൾഡൻ ബീഡ്സ് ഒക്കെ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതിങ്ങനെ ഫുള്ള് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിലൊക്കെ സിൽവർ നമ്മുടെ സാധാ സ്റ്റോൺസും ക്ലിപ്പ് സ്റ്റോണും കൊടുക്കുന്നുണ്ട്. കസ്റ്റമറിന് ഒരു പിങ്കും വൈറ്റും ഉള്ള കോമ്പിനേഷൻ ആയിരുന്നു, അതുകൊണ്ട് ആ രീതിക്കാണ് ചെയ്തത് കേട്ടോ. വളരെ 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 ഈസിയാണ് ചെയ്യാൻ, പക്ഷേ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഒരാൾ കാണുന്ന ആൾക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ചെയ്തെടുക്കാം. എന്താ പറയുക, കുറച്ച് സമയം ഈ ഒട്ടിച്ചെടുക്കുന്ന സമയമേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ ഒട്ടിച്ചങ്ങ് ഡ്രൈ ആവാനൊന്നും ഒത്തിരി സമയം വെക്കണ്ട. ഇതുപോലെ നമ്മൾ എന്താ പറയുക ഗ്ലൂ അപ്ലൈ ചെയ്യുക, അങ്ങ് ഒട്ടിച്ചൊടിച്ച് കൊടുക്കുക. പിന്നെ ഈ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരും. ഈ ഗ്യാപ്പിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ ഈ സ്റ്റോൺസ് ഒക്കെ കൊടുക്കുന്നത് ഇനി. അപ്പോൾ ആ ഗ്യാപ്പ് നോർമലി വരുന്നതാണ്, അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഏത് കളറാണോ കൊടുക്കാൻ ഇഷ്ടമുള്ളത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല പിങ്കാണ് എനിക്ക് ആവശ്യം, അപ്പോൾ പിങ്ക് സ്റ്റോൺസും പിന്നെ പറയുക സാധാ സ്റ്റോൺസും കൊടുക്കുമ്പോൾ അത് നല്ല മനോഹരമായിരിക്കും. പിന്നെ എന്താ പറയുക, ഇതിങ്ങനെ കുറച്ച് സമയം എടുത്ത് ഒട്ടിക്കണം നമ്മൾ, അതൊരു ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ചെയ്ത് കഴിയുമ്പോൾ ഇത് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ചെയ്തൊരു 5 പീസാണ് ചെയ്യാൻ വന്നത്. അപ്പോൾ അത് അവിടെ കുട്ടികൾക്കും അവർക്കും ഉള്ളതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ്, ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. കാരണം മുതിർന്നവർക്കൊക്കെ നമുക്ക് എല്ലാവർക്കും തലയിൽ വയ്ക്കാം, ഇതിലെ ഹാങ്ങിങ്സ് കൊടുക്കാം, നമുക്ക് ഒക്കെ ചെയ്ത് നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് തന്നെ നമ്മുടേതായ ഐഡിയകളിൽ ചെയ്തെടുക്കാം. പിന്നെ ഇത് ബാക്ക് സൈഡിൽ ചെയ്യാറില്ല, കാരണം ബാക്ക് സൈഡിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഫ്രണ്ടിൽ മാത്രമാണ് ഫുൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് വേണം അല്ലെങ്കിൽ വൈറ്റ് ആണ് ആവശ്യമെങ്കിൽ ഫുൾ ഈ ബീഡ്സ് സെൻറ്ററിൽ കൊടുക്കുക, അതിൻ്റെ ഔട്ട് സൈഡ് കംപ്ലീറ്റ് എന്ത് ചെയ്യുക, സ്റ്റോൺ ചെയിൻ കൊണ്ട് കവർ ചെയ്തെടുക്കാം. അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ 2 കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് സ്റ്റോൺസ് കൊടുത്തും ഇത് ചെയ്യാം. അതിൽ കൂടെ പിന്നെ പുറത്ത് ഇങ്ങനെ സൈഡിൽ വീണ്ടും സ്റ്റോൺ ചെയിൻ കൊടുക്കുമ്പോൾ അതൊരു വൃത്തികേടായി. ഇപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോൺ ചെയിൻ സൈഡിൽ കൊടുക്കാത്തത്. പ്ലെയിൻ സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് സ്റ്റോൺ ചെയിൻ കവർ ചെയ്തെടുക്കാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു സൈഡ് കവർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്താ പറയുക, ഇതുപോലെ നമ്മളിങ്ങനെ എന്താ പറയുക ശ്രദ്ധയോടെ, ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിലാണ് ഇനി സ്റ്റോൺസ് കൊടുക്കുന്നത്, സ്റ്റോൺസും ക്ലിപ്പ് സ്റ്റോണും. ഇത് പിന്നെ ഒത്തിരി സമയം ഇങ്ങനെ ഡ്രൈ ആവാനൊന്നും എടുക്കത്തില്ല കേട്ടോ. ഇതിപ്പം നമ്മൾ ഒരു സൈഡ് ചെയ്യുമ്പോൾ അടുത്ത സൈഡിൽ നമ്മൾ ചെയ്ത സൈഡൊക്കെ അങ്ങ് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കുറച്ച് എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഇല്ലേ, അതായാലും മതി, പക്ഷെ അത് ഡ്രൈ ആവാൻ സമയം എടുക്കുമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വേണ്ട ക്ലിപ്പ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ക്ലിപ്പ് സ്റ്റോണും കൂടെ വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ അത് കുറച്ച് അങ്ങ് ചെയ്ത് കേട്ടോ. പിന്നെയാണ് ഞാൻ കണ്ടത് എൻ്റെ വീഡിയോ ആയിട്ടില്ല എന്ന്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇടയിലേക്ക് ഗ്യാപ്പിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടാവും. ഞാൻ അവിടെ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട്, ഇതുപോലെ വരുന്ന ഗ്യാപ്പിലേക്ക് സ്റ്റോൺസ് കൊടുക്കുക. വലിയ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഗ്യാപ്പിലേക്ക്. കാരണം ഇത് എന്താ പറയുക നമ്മളിപ്പോൾ ചെയ്തതല്ലേ, ആ സമയത്ത് തന്നെ പൂർണ്ണമായി അങ്ങ് ഭയങ്കര ഡ്രൈ ആവില്ല, ഡ്രൈ ആയിട്ടുണ്ടാവും. ഭയങ്കര നമുക്ക് എന്താ മൂവ് ചെയ്തോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തതോ അങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അതകത്തേക്ക് അങ്ങ് പൊക്കോളും. അതങ്ങ് നല്ല പേസ്റ്റ് ആയിരിക്കും, നല്ല ഫിനിഷിങ്ങും ആയിരിക്കും. കാരണം ഇപ്പോൾ പല പല കളറ് അല്ലേ, 2 കളറാകുമ്പോൾ വൈറ്റും പിങ്കും, ഇപ്പോൾ വൈറ്റും വേറെ കളറും ഒക്കെ കൊടുക്കാം നമുക്ക്.
അങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാം. അപ്പം ഇതൊക്കെ ഇടുമ്പോൾ ചിലർ ചെയ്യുന്നതും ചെയ്തതിൻ്റെ ഫോട്ടോസൊക്കെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോഴും. അപ്പോൾ നിങ്ങൾ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. ഇനി സെൻറ്ററിലേക്ക് 2 സൈഡ് ഞാൻ ഫുള്ള് കവർ ചെയ്തു. സെൻറ്ററിലേക്ക് റിബൺ, ഏത് റിബൺ വേണം വൈറ്റിലുള്ളത് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് സെൻറ്ററിലേക്ക് കവർ ചെയ്യുന്നു. സെൻറ്ററിലേക്ക് കവർ ചെയ്യുമ്പോൾ അതിങ്ങനെ മൂവ് ആവരുത്. നന്നായിട്ട് നമ്മൾ ഹാൻഡ് കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിനെ കവർ ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ അതവിടെ മൂവ് ആകുമ്പോൾ ചിലപ്പോൾ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ കാരണം പുറകിൽ നമ്മൾ അത് കവർ ചെയ്യുമ്പോൾ അത്രത്തോളം പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സെൻറ്റർ കവർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യണം. ഗ്ലൂ ഗണ്ണിന് പകരം നമ്മുടെ സാധാ ഗ്ലൂ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അത് നന്നായിട്ട് ഇരുന്നോളും. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഹാൻഡ് കൊണ്ട് പിടിക്കരുത്. ജസ്റ്റ് ആ ഗ്ലൂ മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. കാരണം അത് കഴിയുമ്പോൾ കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു നൂല് ഇളകി നിൽക്കുന്നുണ്ട്. അതിനെ നമ്മൾ ലൈറ്റർ കൊണ്ട് അവിടെ അങ്ങ് ഉരുക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിവിടെ നിന്ന് സാറ്റിൻ റിബൺ അല്ലേ, അതിങ്ങനെ ഇളകി വരും. എന്നിട്ടിന് പുറകിലേക്ക് ഒരു ചെറിയ പീസ് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്യുക. ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് അവിടേക്ക് പേസ്റ്റ് ചെയ്യുക. കാരണം നമുക്കല്ലാതെ ഡയറക്റ്റ് അവിടെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനേക്കാളും നമ്മൾ നല്ലൊരു നീറ്റ്നെസ്സും ഫിനിഷിങ്ങും എന്ന് പറയുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഫെൽറ്റ് ഷീറ്റ് കൊടുക്കുക. അതെന്താ പറയുക, നമ്മുടെ ആ ഒരു വിട്ടിനനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അലിഗേറ്റർ ക്ലിപ്പ് അവിടെ പേസ്റ്റ് ചെയ്യുക. ഈ അലിഗേറ്റർ ക്ലിപ്പ് കവർ ചെയ്തതാണെങ്കിലും നല്ലതാണ് കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാം. ഇനി സെൻറ്ററിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പിങ്കും വൈറ്റുമാണ് ആവശ്യമായിരുന്നത്. അതുകൊണ്ട് പിങ്കും സിൽവറും ഉള്ള ഒരു ഫ്ലവറാണ് ഞാൻ സെൻറ്ററിൽ കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് അവിടെ സ്റ്റോൺസോ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം, അങ്ങനെ ചെയ്തു കൊടുക്കാം. ഞാനിവിടെ ഫ്ലവേഴ്സ് കൊടുത്ത് അവിടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ 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 ബ്യൂട്ടിഫുൾ ആയിരുന്നു. ശരിക്കും ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അവർക്ക് ചെയ്തു കൊടുത്തവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം നമ്മളിങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഒക്കെ ചെയ്തു നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണണം കേട്ടോ. അപ്പോൾ നോക്കി ഭയങ്കര രസമാണ്. അത് ശരിക്കും നമ്മൾ ആ ലൈറ്റിൽ കണ്ടതുപോലെയല്ല, ഒറിജിനലി ഈ ഒരു ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ പുറകിലൊക്കെ കണ്ടില്ലേ, നല്ല ഫിനിഷിങ്ങോടെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.